ഭിക്ഷാടന സംഘത്തിൽ നിന്ന് രക്ഷ തേടി ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെത്തി 14കാരൻ. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ മഹാരാജയാണ് ഭിക്ഷാടന സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഹരിപ്പാട് എത്തിയത്. ടാർഗറ്റായി പറഞ്ഞിരിക്കുന്ന 1500 രൂപ പിരിവ് കിട്ടിയില്ലെങ്കിൽ തലയ്ക്ക് പുറകിലായി മർദ്ദിക്കുമെന്ന് കുട്ടി പറഞ്ഞു. മർദ്ദനം സഹിക്കാനാവാതെയാണ് ഓടി രക്ഷപ്പെട്ടതെന്നും 14കാരൻ അമൽ സുരേന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. അമൽ, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സംഘങ്ങൾ വരുമ്പോൾ അത് അവരുടെ മക്കളോ അവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളോ ഒക്കെ ആയിരിക്കുമല്ലോ എന്നാണ് ആശ്വസിക്കാറ്. അപ്പോൾ അവരവരെ കാര്യങ്ങൾ നോക്കുമെന്നൊക്കെയായിരുന്നു വിചാരിക്കാറ്. പക്ഷേ അങ്ങനെയല്ല, ഇത് മറ്റൊരു തരം മാഫിയ പോലെ ഇത് പ്രവർത്തിക്കുകയാണ് എന്നല്ലേ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ശ്യാമിലി, ഈ നഗരത്തിലെ ഭിക്ഷാടന മാഫിയയെ സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ പോലീസിനടക്കം പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരിപ്പാട് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് ഹരിപ്പാട്, ആ ഹരിപ്പാട് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. ഭിക്ഷാടനത്തിന്റെ പേരിൽ 14കാരനായിട്ടുള്ള തൂത്തുക്കുടി സ്വദേശിയായിട്ടുള്ള മഹാരാജയ്ക്കാണ് ഇത്തരത്തിൽ രക്ഷ തേടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. തൂത്തുക്കുടിയിൽ നിന്ന് ഒരു ചെറിയ കുടുംബത്തിൽ അനുജനോടൊപ്പം അമ്മയോടും അച്ഛനോടും ഒപ്പം താമസിച്ചിരുന്ന മഹാരാജയാണ്. പിന്നീട് അമ്മയുടെ മരണത്തെ തുടർന്ന് അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ച് പോകുന്നു. അപ്പോഴാണ് ഈ അനിയനായ ചിലംബരശനോടൊപ്പം മഹാരാജ തൂത്തുക്കുടിയിലെ തന്നെ ഒരു അനാഥാലയത്തിൽ അഭയം തേടുകയും പിന്നീട് അച്ഛൻ്റെ അനുജനായിട്ടുള്ള അന്തോണി, അദ്ദേഹം ഇവിടെ കേരളത്തിലാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അന്തോണി ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരികയും ഹരിപ്പാടേക്ക് എത്തിക്കുകയും രാവിലെ ഇവരെ ഭിക്ഷാടനത്തിന് വിടുകയും 1500 രൂപ ആണ് ഇവർക്ക് ടാർഗറ്റ് വെച്ചിരുന്നത്. 1000-ൽ താഴെ ഇവർ ഭിക്ഷാടനത്തിലൂടെ നേടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോലും വളരെയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു എന്നാണ് നമുക്ക് ആ സമീപ പ്രദേശത്തുള്ള ജനപ്രതിനിധികളുമായി എല്ലാം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടി ഭക്ഷണം കഴിച്ചിരുന്നത് പോലും ഈ ഭിക്ഷാടനത്തിനിടയിൽ ചില സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ്, അല്ലെങ്കിൽ പൊതിച്ചോറ് കൊണ്ടാണ് ഒരു നേരത്തെ വിശപ്പ് അകറ്റിയിരുന്നത്. അതിനുശേഷം ഈ ചിലംബരശനോടൊപ്പം ഈ കുഞ്ഞിനെ വഴിയരികിൽ അടക്കം കിടത്തി ഉറക്കുന്ന അങ്ങേറ്റ അപകടകരമായിട്ടുള്ള അവസ്ഥകളിൽ പോലും അന്തിയുറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ഈ മർദ്ദനം സഹിക്കാതെ, അതായത് അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള അന്തോണിയുടെ മർദ്ദനം സഹിക്കാതെയാണ് ഈ കുഞ്ഞിനെ ഓടിപ്പോകേണ്ടി വരുന്നത്. ഏതായാലും ചിലംബരശനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് മഹാരാജയുടെ 14 വയസ്സുകാരനായ മഹാരാജയുടെ അനുജനാണ് ചിലംബരശൻ. ഈ കുട്ടിയെ പോലീസ് പിടിച്ചെന്നും അല്ലെങ്കിൽ പോലീസിന്റെ കൈവശമാണ് ഈ കുട്ടിയെന്നും അറിഞ്ഞതിനെ തുടർന്ന് ഈ ഇളയച്ചൻ ഈ അനിയനുമായിട്ട് കടന്നു കളഞ്ഞതാകാം എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, ഈ മഹാരാജയുടെ അനിയന്റെ ജീവൻ പോലും ഇപ്പോൾ ആപത്തിലായ ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു അവസ്ഥയിലെങ്കിലും ജനപ്രതിനിധികൾ, നമ്മളുടെ പോലീസ് സംവിധാനവും ശക്തമായ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള അന്വേഷണമൊന്നും ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഹരിപ്പാട് തന്നെയുള്ള ഒരു ബാലസദനത്തിലാണ് ഈ ചൈൽഡ് ലൈനിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ മഹാരാജയെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ കുഞ്ഞിന് ആവശ്യമായുള്ള പ്രാഥമികമായിട്ടുള്ള ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുത്ത് ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം ഈ ബാലസദനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ചിലംബരശനെ എത്ര വേഗം കണ്ടെത്തുക എന്നതാണ് ഈ ഒരു നിർണായകമായ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ശ്യാമിലി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.